വള്ളുവനാടിൻ്റെ വിരിമാറിലൂടെ അനവരതം മോക്ഷദായിനിയായി ഒഴുകുന്ന നിളാനദിയുടെ കിഴക്കിനിയിൽ തേജോമയനായി കതിരവൻ ഉദിച്ചുയരുന്നു. അനിർവചനീയമാം വിധം അവിരാമം കിളിനാദം പോലെ സുപ്രഭാതം ചൊല്ലി വള്ളുവനാടിൻ്റെ പ്രകൃതി ഉണരുകയാണ്. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം. അരിമാവണിയുന്ന നടുമുറ്റങ്ങളിൽ നിറഞ്ഞു കത്തുന്ന ഭദ്രദീപങ്ങളെ സാക്ഷി നിർത്തി ഐശ്വര്യം വിതയ്ക്കാനെത്തുന്ന കോമരങ്ങൾക്ക് ദക്ഷിണ സമർപ്പിച്ചും ഗതകാല സ്മരണകൾ ഉണർത്തി നന്മയുടെ നാട്ടുതാളത്തിൽ നൃത്തം വയ്ക്കുന്ന പൂതനം തിരക്കും ദാനധർമ്മങ്ങൾ നൽകിയും സമൃദ്ധിയുടെ നിറപറകൾ ഒരുക്കി നന്മയുടെ സന്ദേശമുണർത്തി കലയും സംസ്കാരവും ഒരുപോലെ ഇഴുകിച്ചേർന്ന ഒരു ജനതതി അധിവസിക്കുന്ന വള്ളുവനാട് പ്രദേശം. ഇവിടെ പ്രധാന നഗരമായ ഒറ്റപ്പാലം ടൗണിൽ നിന്നും 2 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി ഈ നന്മകൾ മുഴുവൻ ഇടനെഞ്ചിലേറ്റി താലോലിക്കുന്ന പുണ്യം പുലരും ഗ്രാമമാണ് ചുനങ്ങാട്. പച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ വശ്യമനോഹാരിതയാലും മൗനം മകുടം ചാർത്തിയ മലനിരകളാലും മിഴിവാർന്നൊരു ഗ്രാമം. പറയാനൊരു നാവുണ്ടായിരുന്നുവെങ്കിൽ ഈ അനങ്ങന്മലയ്ക്കും പറയാനുണ്ട് ഐതിഹാസികമായ ഒരു ചരിത്രം. മൃതസഞ്ജീവനി തേടിയുള്ള യാത്രയിൽ ശ്രീ ഹനുമാൻ സ്വാമി ഈ മലനിരകൾ താണ്ടുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന മലയെ കൈകൊണ്ട് തട്ടിയത്രേ. സ്വാമിയുടെ കൈവിരലുകൾ ഈ മലമുകളിൽ പതിഞ്ഞിരിക്കുന്നത് കാണാം. എന്നാൽ ഈ സമയം തെല്ലൊന്നനങ്ങാതെ രാമമന്ത്രം ചൊല്ലി നിന്ന ഈ മല പിന്നീട് അനങ്ങന്മല എന്ന നാമത്തിൽ അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഈ മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഔഷധ ഗുണമുള്ള സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളടങ്ങിയ വെള്ളം ഇവിടുത്തെ പാടശേഖരങ്ങളിൽ പതിച്ച് ഫലഭൂയിഷ്ടമാകുന്ന ഈ കൃഷിയിടങ്ങളിൽ വിളയുന്ന ചുനങ്ങാടൻ പഴയരി പ്രസിദ്ധമാണ്. കോഴിക്കോടൻ സാമൂതിരി രാജാവ് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നതും ഇവിടുത്തെ അരിയാണ്. മഹിത ചരിത്രത്താലും മഹനീയ പാരമ്പര്യത്താലും പ്രസിദ്ധി നേടിയ ഈ പ്രദേശത്തിനാകെയും ഐശ്വര്യം നൽകി സാക്ഷാൽ ശ്രീ പരമശിവൻ കുടികൊള്ളുന്ന മഹാസന്നിധിയാണ് ഈ പെരുംകുരിശി മഹാദേവ ക്ഷേത്രം.